ഇതൊരു ചെല്ല ഫ്രിഗോറിഫറുമാണ്. ചെല്ല ഫ്രിഗോറിഫറോ, കോൾഡ് സ്റ്റോറേജ് റൂം, റെഫ്രിജറേഷൻ റൂം എന്നൊക്കെ ഇതിനെ പറയും. ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രിഡ്ജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതായത് മിൽക്ക്, ചീസ്, ഡ്രിങ്ക്സ്, മീറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങൾ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റൂമാണിത്. ഒരു റൂമിൻ്റെയൊക്കെ അത്രയും വലിപ്പമുള്ളത് കൊണ്ടാണ് കോൾഡ് സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത്. ഇറ്റാലിയയിൽ ചെല്ല ഫ്രിഗോറിഫറോ എന്ന് പറയുന്നു. ഇതൊരു ഫ്രീസറാണ്. ഫ്രീസറിന് കൊഞ്ചലത്തോറെ എന്നാണ് പറയുന്നത്. കൊഞ്ചലത്തോറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജും ഫ്രീസറും കൂടി ഒരുമിച്ചാണുള്ളത്. എന്നാൽ ഇത് ഫുള്ളായിട്ടുള്ള ഒരു ഫ്രീസറാണ്. കൊഞ്ചലത്തോറെ എന്ന് പറയുന്ന സാധനങ്ങൾ കേടുവരാതെ, അതായത് ഏതെങ്കിലുമൊക്കെ മീറ്റ് പോലത്തെയുള്ള സാധനങ്ങൾ കുറേ ദിവസം കേടുവരാതെ സൂക്ഷിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൊഞ്ചലത്തോറയിലാണ് സൂക്ഷിക്കുന്നത്. ഇൽ കൊഞ്ചലത്തോറെ എന്നാണ് പറയുന്നത്. ഇൽ കൊഞ്ചലത്തോറെ. ഇത് പേല പത്താത്തയാണ്. പേല പത്താത്തെ. പത്താത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. പൊട്ടറ്റോ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പം അതിങ്ങനെ കറങ്ങി അതിൻ്റെ തൊലിയെല്ലാം പോയി നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് വരുന്നു. അപ്പോൾ ഈ മെഷീനെ നമ്മൾ പേല പത്താത്തെ എന്ന് പറയും. ഈ മെഷീന് താല്യ വെർദൂറെ എന്നാണ് പറയുന്നത്. വെർദൂറെ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് നമ്മൾ ഈ മെഷീൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇവിടെ കുറച്ച് ഷേപ്പിലുള്ള അച്ചുകളൊക്കെ ഉണ്ട്. ഈ അച്ചുകൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. താല്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ താല്യ വെർദൂറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ അച്ചിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. താല്യ വെർദൂറെ എന്നാണ് പറയുന്നത്. താല്യ വെർദൂറെ. ഈ മെഷീൻ അഫെത്തത്രീച്ചെ എന്നാണ് പറയുന്നത്. പ്രഷൂത്തോ ക്രൂതോ പോലെയുള്ള ഡ്രൈ മീറ്റ്സ് പേപ്പറിൻ്റെ കനത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സലാമെ, ഈ കാണുന്നത് സലാമയാണ്. സലാമെ പോലെയുള്ള ഡ്രൈ മീറ്റ്സ് പേപ്പർ കനത്തിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാനാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. അഫെത്തത്രീച്ച് എന്നാണ് ഈ മെഷീനെ പറയുന്നത്. ഇതെന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊരു ഫോർണോയാണ്. ഇൽ ഫോർണോ. കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. ഇൽ ഫോർണോ ആണിത്. ക്വസ്റ്റ് സോനോ ഫോർണേലി. ഒരെണ്ണം ഉണ്ടെങ്കിൽ ഫോർണേലോ എന്ന് പറയും. ഇവിടെ 4 ഉണ്ട്. അതുകൊണ്ടാണ് ഫോർണേലി എന്ന് പറയുന്നത്. ഇതിന് ലപ്യാസ്ത്ര എന്നാണ് പറയുന്നത്. ലപ്യാസ്ത്ര. വെജിറ്റബിൾസ്, മീറ്റ്സ് എല്ലാം കട്ടി കുറച്ച് അരിഞ്ഞതിന് ശേഷം ഇത് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നു. അതിന് ഉപയോഗിക്കുന്ന ഒരു ഇതാണിത്. പ്യാസ്ത്ര എന്നാണ് പറയുന്നത്. ഇതിന് ഫ്രിഡ്ജ് ത്രീച്ച് എന്നാണ് പറയുന്നത്. ഫ്രിഡ്ജ് ത്രീച്ച്. നമ്മളെല്ലാവരും ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇതിൽ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിച്ച് എണ്ണ ഹീറ്റായി കഴിയുമ്പോഴേക്കും ഇതിനൊരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിലേക്ക് വെജിറ്റബിൾസോ എന്താണ് ഫ്രൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് ഇറക്കി വയ്ക്കുന്നു. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. അതാണ് ഫ്രിഡ്ജ് ത്രീച്ച്. Questa la macchina di bevanda fresca e la merenda എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള ഡ്രിങ്ക്സ് കിട്ടുന്ന, കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നതും അതുപോലെ തന്നെ മെറേന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നാക്സും എടുക്കുന്ന ഒരു മെഷീനാണിത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ ഉണ്ട്. ആ കോയിൻ അതിൻ്റെ അകത്തേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ നമ്മൾക്ക് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്നാക്സ് ആണോ വാട്ടറാണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ താഴെ മെഷീൻ്റെ താഴെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് എന്ത് വരുന്നു, നമ്മൾ ബുക്ക് ചെയ്ത സാധനം എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ വന്ന് കിടക്കും. അവിടെ നിന്ന് നമുക്കത് എടുക്കാവുന്നതാണ്. Questa è una macchinetta di bevanda calda
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കീ ഉണ്ട്. ആ കീ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഈ കീ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഗ്രീൻ ലൈറ്റ് വരും. എന്നിട്ട് ഇവിടെ നിന്ന് എന്താണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് കൊല്ലാത്തെ ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്ലാസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബെവാന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൗണ്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രിങ്ക്സ് അതിൽ വന്ന് നിറഞ്ഞ് കഴിയുമ്പം ഈ കീ വെച്ച സ്ഥലത്ത് വീണ്ടും ലൈറ്റ് തെളിയും, റെഡ് ലൈറ്റ് തെളിയും. ആ റെഡ് ലൈറ്റ് തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ബെവാന്ത റെഡിയായെന്ന്, ഡ്രിങ്ക് റെഡിയായെന്ന്. അപ്പോൾ നമുക്കത് എടുക്കാം, അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഈ സാധനം ഇങ്ങനെ പൊക്കിയിട്ട് ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ ഡ്രിങ്ക്സ് ഇങ്ങനെ എടുക്കാവുന്നതാണ്. കണ്ട, ചോക്ലേറ്റാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്.